99% തോറ്റ മത്സരമാണ് ഇന്ന് ഇന്ത്യ തിരിച്ചുപിടിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഓവറിൽ മികച്ച വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ലാസ്റ്റ് 6 ബോളിൽ 18 റൺസ് പാകിസ്ഥാന് ആവശ്യമായിരുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ കളി തിരിച്ചുപിടിച്ചത്. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. ഒരിക്കലും ഇന്ത്യ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച മത്സരമല്ലായിരുന്നു. എന്നാൽ ഇന്ത്യ അവസാന നിമിഷങ്ങളിൽ കളി തിരിച്ചുപിടിച്ചു. മികച്ച ബൗളിംഗ് ആണ് ഇന്ത്യ ഇന്ന് കാഴ്ചവെച്ചത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ജസ്പ്രീത് ബുംറ എന്ന് മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. തോൽക്കേണ്ട മത്സരം ബുംറയാണ് ഇന്ത്യക്ക് തിരിച്ചു പിടിച്ചു തന്നത്. ഫസ്റ്റ് ബാറ്റ് ചെയ്ത ഇന്ത്യ ഇന്ന് മോശം കളിയാണ് കാഴ്ചവെച്ചത്. കോഹ്ലി ഇന്ന് പെട്ടെന്ന് ഔട്ടായി. അതിനുശേഷം രോഹിത് ശർമ്മയും പുറത്തായി. പിന്നീട് അങ്ങോട്ട് വിക്കറ്റുകൾ തുരുതുരു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഋഷഭ് പന്ത് മാത്രമാണ് ഇന്ത്യൻ ടീമിൽ ഒന്ന് കളിച്ചത്. ജഡേജ, പാണ്ഡ്യ, സൂര്യ എല്ലാം തന്നെ ഫ്ലോപ്പായി. കളി ഇന്ത്യ തോൽക്കുമെന്ന് ഉറപ്പായി. കാരണം ഇന്ത്യ ബാറ്റിംഗിൽ മോശം കളിയാണ് കാഴ്ചവെച്ചത്. അങ്ങനെ ഇന്ത്യ 119 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ത്യക്ക് പാകിസ്ഥാന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. എന്നാൽ രോഹിത് ശർമ്മ കളി വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു. പാകിസ്ഥാൻ സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. തുടക്കം തന്നെ ബാബറിന്റെ വിക്കറ്റ് ഇന്ത്യ നേടി. എന്നാൽ ഇതേ സമയം റിസ്വാൻ അടിച്ചു കളിച്ചു. റിസ്വാന്റെ വിക്കറ്റ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചില്ല. പാകിസ്ഥാൻ മികച്ച രീതിയിൽ കളിച്ചു. ഇതോടുകൂടി ഇന്ത്യ കളി തോറ്റെന്ന് എല്ലാവരും കരുതി. എന്നാൽ പിന്നീടാണ് ആ ട്വിസ്റ്റ് നടന്നത്. 14-ാം ഓവറിൽ ഇന്ത്യ റിസ്വാന്റെ വിക്കറ്റ് നേടി. ഇതോടുകൂടി പാകിസ്ഥാൻ തകർന്നു. പിന്നീട് അങ്ങോട്ട് പാകിസ്ഥാനെ കളിക്കാൻ സാധിച്ചില്ല. റിസ്വാന്റെ വിക്കറ്റ് നേടിയപ്പോഴാണ് ഇന്ത്യൻ ടീമിന് ഊർജ്ജം വന്നത്. ഇന്ത്യക്ക് കളി ജയിക്കാൻ സാധിക്കുമെന്ന് കരുതി. ഇതോടുകൂടി ഇന്ത്യ സമ്മർദ്ദം കൊടുത്തു. പാകിസ്ഥാനാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇന്ത്യൻ ബൗളേഴ്സ് നല്ല രീതിയിലാണ് ബൗൾ ചെയ്തത്. സെക്കൻഡ് ലാസ്റ്റ് ഓവർ എറിഞ്ഞത് ബുംറയായിരുന്നു. ബുംറ മികച്ച രീതിയിൽ പന്തെറിഞ്ഞു. അങ്ങനെ അവസാന ഓവർ അർഷദീപ് എറിഞ്ഞു. അർഷദീപ് കളി തിരിച്ചു പിടിച്ചു. അങ്ങനെ ഇന്ത്യ ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ ശരിക്കും നാണം കെട്ടു. 100% ജയിച്ച മത്സരമാണ് പാകിസ്ഥാൻ കൊണ്ടുപോയി കളഞ്ഞത്. അങ്ങനെ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.